ഫേസ്ബുക്ക് സ്ഥാപകൻ മാർക്ക് സുക്കർബർഗ് വീണ്ടും തിരശ്ശീലയിലെത്തുന്നു. 2010 പുറത്തിറങ്ങിയ ദ സോഷ്യൽ നെറ്റ്വർക്കിന്റെ സീക്വൽ ദ സോഷ്യൽ റിക്കണിംഗ്. സോഷ്യൽ നെറ്റ്വർക്ക് ഒരു തലമുറയുടെ കഥയായിരുന്നു. ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയിലെ ഒരു വിദ്യാർത്ഥി ലോകത്തെ ഏറ്റവും വലിയ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം സൃഷ്ടിച്ച കഥ, ഫേസ്ബുക്കിന്റെ ജനന കഥ. ഹോളിവുഡ് സിനിമാ ചരിത്രത്തിലെ തന്നെ ഏറ്റവും മികച്ച ബയോഗ്രഫിക്കൽ ഡ്രാമകളിൽ ഒന്നായിട്ടാണ് ഇന്നും ഈ ചിത്രത്തെ വിലയിരുത്തപ്പെടുന്നത്. പക്ഷേ മാർക്ക് സക്കർബർഗ് ഇത് തന്റെ കഥയല്ലാന്നും സ്റ്റുപ്പിഡ് മൂവിന്നൊക്കെ റിയാക്ട് ചെയ്തെങ്കിലും സക്കർബർഗായി വന്ന ജെസ്സി ഐസൻബർഗിന്റെ പ്രകടനവും ആരോൺ സോക്കിന്റെ തിരക്കഥയും ഡേവിഡ് ഫിഞ്ചറിന്റെ സംവിധാനവും ഒക്കെ ചേർത്ത് അക്കാലത്ത് അഭിനന്ദനങ്ങൾ ഏറെ വാങ്ങിയ ഒരു ചിത്രമായിരുന്നു ഇത്. 16 വർഷങ്ങൾക്ക് ശേഷം ആ കഥയ്ക്ക് ഒരു പുതിയ അധ്യായം വരികയാണ്, ദ സോഷ്യൽ റിക്കണിംഗ്. ദ സോഷ്യൽ നെറ്റ്വർക്ക് എന്ന ചിത്രത്തിന്റെ നേരിട്ടുള്ള സീക്വലായിട്ടല്ല ദ സോഷ്യൽ റിക്കണിംഗ് വരുന്നത്. ആദ്യ ഭാഗത്തിന്റെ ഒരു സ്പിരിച്വൽ കമ്പാനിയൻ പീസ് എന്ന നിലയ്ക്കാണ് ഈ ചിത്രം വിശേഷിപ്പിക്കപ്പെടുന്നത്. അതായത് ആദ്യ ചിത്രത്തിന്റെ കഥ തുടരുന്നതല്ലെങ്കിലും അതേ ലോകത്തെ കാലങ്ങൾക്കിപ്പുറം മറ്റൊരു കോണിൽ നിന്ന് പരിശോധിക്കുന്ന സിനിമ. 2021 ലോകത്തെ ഞെട്ടിച്ച ഫേസ്ബുക്ക് വിസിൽ ബ്ലോവർ ലീക്സ് അഥവാ ഫേസ്ബുക്ക് ഫയൽസ് എന്ന പേരിൽ പുറത്തു വന്ന ചില രഹസ്യ വിവരങ്ങളാണ് ചിത്രത്തിന്റെ പ്രമേയം. ഫേസ്ബുക്ക് സമൂഹത്തെയും രാഷ്ട്രീയത്തെയും ഉപഭോക്താക്കളുടെ ജീവിതത്തെയും എങ്ങനെ സ്വാധീനിച്ചു എന്നതിനെ കുറിച്ചായിരിക്കും ചിത്രം അന്വേഷിക്കുക. ദ സോഷ്യൽ നെറ്റ്വർക്ക് എന്ന ചിത്രത്തിന്റെ തിരക്കഥാകൃത്തായിരുന്ന ആരോൺ സോക്കിൻ ഇത്തവണ തിരക്കഥ എഴുതിയിരിക്കുന്നതിന് പുറമെ സംവിധാനവും ചെയ്യുകയാണ്. ആദ്യ ചിത്രം സംവിധാനം ചെയ്ത ഡേവിഡ് ഫിഞ്ചറിൽ നിന്ന് സംവിധായകൻ ചുമതല ഏറ്റെടുത്തിരിക്കുകയാണ് സോക്കിൻ. അതുകൊണ്ട് തന്നെ ദ സോഷ്യൽ റിക്കറിംഗ് ആദ്യ ചിത്രത്തിൽ നിന്ന് വ്യത്യസ്തമായ ഒരു ശൈലിയിലൊക്കെ ആയിരിക്കും വരിക എന്ന പ്രതീക്ഷയിലാണ് പ്രേക്ഷകർ. 2021 ലോകത്തെ ഞെട്ടിച്ച ഫേസ്ബുക്ക് ഫയൽസ് റിപ്പോർട്ടുകൾ അടിസ്ഥാനമാക്കി ഫേസ്ബുക്ക് സ്വന്തം പ്ലാറ്റ്ഫോമിന്റെ ദോഷഫലങ്ങളെക്കുറിച്ച് അറിഞ്ഞിരുന്നോ? യുവാക്കളുടെ മാനസിക ആരോഗ്യത്തെ ഇതെങ്ങനെയൊക്കെ ബാധിച്ചു? തെറ്റായ വിവരങ്ങളും വിദ്വേഷ പ്രചരണങ്ങളും വ്യാപിക്കാൻ സോഷ്യൽ മീഡിയ എത്രത്തോളം കാരണമായി? ഇത്തരം ചോദ്യങ്ങളൊക്കെ ആയിട്ടായിരിക്കും ഈ പുതിയ ചിത്രം വരിക. സിനിമ പ്രഖ്യാപിച്ചതു മുതൽ മറ്റൊരു ചർച്ചയും നടക്കുന്നുണ്ട്. എന്തുകൊണ്ട് ജെസ്സി ഐസൻബർഗ് സീക്വലിൽ മാർക്ക് സുക്കർബർഗായി വരുന്നില്ല എന്നത്. ആരോൺ സോക്കിൻ തന്നെ വെളിപ്പെടുത്തിയതനുസരിച്ച് ജെസ്സിയെ സിനിമയിലേക്ക് തിരികെ കൊണ്ടുവരാനായിട്ട് അദ്ദേഹം പലതവണ ദിവസങ്ങളോളം ശ്രമിച്ചതാണ്. പക്ഷെ ആദ്യ ചിത്രത്തിന്റെ വിജയത്തിന് ശേഷം തന്റെ ഐഡന്റിറ്റി തന്നെ മാറിയെന്നും ഇനിയും മാർക്ക് സക്കർബർഗായി ജീവിക്കാൻ പറ്റില്ല എന്നൊക്കെയാണ് അദ്ദേഹം വെളിപ്പെടുത്തിയിട്ടുള്ളത്. സക്കർബർഗ് എന്ന കഥാപാത്രം അദ്ദേഹത്തിന്റെ കരിയറിലെ ഏറ്റവും വലിയ വിജയങ്ങളിൽ ഒന്നായിരുന്നു. ചിത്രത്തിലെ പ്രകടനത്തിന് ജെസ്സി ഐസൻബർഗിന് ഓസ്കാർ നോമിനേഷൻ വരെ ലഭിച്ചതുമാണ്. അതിനുശേഷം ചിത്രത്തിന്റെ 2ാം ഭാഗം വന്നാൽ വീണ്ടും സക്കർബർഗായി വേഷമിടാൻ തനിക്ക് താല്പര്യമുണ്ടെന്നും പൊതുവേദികളിൽ ഉൾപ്പെടെ പറഞ്ഞിട്ടുള്ള ആളുമാണ് ജെസ്സി. പക്ഷേ ഫേസ്ബുക്കുമായി ബന്ധപ്പെട്ട് മാർക്ക് സക്കർബർഗിന് നേരെ ഉയർന്നു വന്ന ചില വിവാദങ്ങൾക്കൊക്കെ ശേഷം ജെസ്സി തന്റെ നിലപാടിൽ നിന്ന് ചെറുതായി ഒന്ന് മാറി. പുതിയ ചിത്രത്തിൽ സക്കർബർഗായി എത്തുന്നത് സക്സഷൻ താരം ജെർമി സ്ട്രോങ് ആണ്. മുൻ ഫേസ്ബുക്ക് ജീവനക്കാരിയായ ഫ്രാൻസിസ് ഹോഗനും വാൾസ്ട്രീറ്റ് ജേണൽ റിപ്പോർട്ടർ ജെഫ് ഹോറോവിറ്റ്സും ചിത്രത്തിൽ പ്രധാന കഥാപാത്രങ്ങളായി വരുന്നുണ്ട്. ഫ്രാൻസിസ് ഹോഗനെ അവതരിപ്പിക്കുന്നത് ഓസ്കർ ജേതാവായ മൈക്കി മാഡിസൺ ആണ്. അനോറയ്ക്ക് ശേഷം അവർ ഒപ്പുവെച്ചിട്ടുള്ള ആദ്യ ചിത്രം കൂടിയാണ് ഇത്. ദ സോഷ്യൽ റിക്കണിംഗ് ടീസർ റിലീസിന് പിന്നാലെ ചില വിമർശനങ്ങൾ ഉയരുന്നുണ്ട്. ഡേവിഡ് ഫിഞ്ചർ ഇല്ല, ജെസ്സി ഐസൻബർഗ് ഇല്ല, ആദ്യ ചിത്രത്തിന്റെ ഐക്കോണിക് സംഗീത സംവിധായകരാരും തന്നെ ഇല്ല. മൊത്തത്തില് സോഷ്യൽ നെറ്റ്വർക്ക് പോലെ തോന്നുന്നില്ല, എന്തിനായിരുന്നു ഇപ്പൊ ഇങ്ങനെ ഒരു സീക്വലിന്റെ ആവശ്യം എന്നൊക്കെ. പക്ഷേ സോഷ്യൽ മീഡിയയുടെ അപകടവശവും പോരായ്മകളും കൂടുതൽ വ്യക്തമായി മനസ്സിലാക്കി തരുന്ന ഒരു സമയത്ത് തന്നെയാണ് ദ സോഷ്യൽ റിക്കണിംഗ് വരുന്നത്. അതിനാൽ തന്നെ ഈ സിനിമയുടെ പ്രസക്തി നിഷേധിക്കാനാവില്ല എന്ന് വാദിക്കുന്നവരുണ്ട്. ആദ്യ ഭാഗം വന്നപ്പോൾ തന്നെ ഇത് തന്റെ കഥയല്ലെന്ന് വാദിച്ച ആളാണ് സക്കർബർഗ്. സീക്വലിൽ ഫേസ്ബുക്കിന്റെ പോരായ്മകളെക്കുറിച്ചും ഫേസ്ബുക്ക് നേരിട്ട തിരിച്ചടികളെക്കുറിച്ചും ഒക്കെ സംസാരിക്കുമ്പോൾ ഇതിൽ എത്രത്തോളം മാർക്ക് സക്കർബർഗിന് അനുകൂലമായിരിക്കും, എത്രത്തോളം യഥാർത്ഥ സംഭവങ്ങളോട് നീതി പുലർത്തുന്നതായിരിക്കും ചിത്രം എന്നൊക്കെ കണ്ടു തന്നെ അറിയണം. ഒക്ടോബർ 9 ചിത്രം ഗ്ലോബൽ റിലീസ് വരുന്നത്. ആദ്യ ഭാഗം നേരിട്ടതിനേക്കാൾ വലിയ വിവാദ പരമ്പരകൾക്ക് സാധ്യത ഏറെയാണ്.